ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലേ. ബൈനോമിയൽ തിയറമാണ്. നമുക്ക് ഓർഡറിലൊന്നും അല്ല എടുക്കുന്നത്, പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സും 16 ചാപ്റ്റേഴ്സും നമുക്ക് +1 ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതായത് ചാപ്റ്ററിൻ്റെ സമ്മറി മുഴുവൻ ഞാൻ എടുക്കും, കൂടാതെ ഇത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇൻ ബിറ്റ്വീൻ ആ ക്വസ്റ്റ്യൻ്റെ ഇതനുസരിച്ച് 20ക്കും 30ക്കും ഇടയിൽ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചെയ്യും. ഇത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും സൂപ്പറായിട്ട് 50% എബവ് വരുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. എന്തിന്? എൻട്രൻസിന്. വെറുതെ തിയറി അല്ല. തിയറി ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ആണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് തന്നെ കിട്ടും. ആ കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ ബൈനോമിയൽ തിയറത്തിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 26 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈനോമിയൽ തിയറത്തിൻ്റെ ആ ഫോർമുല a+b⁴n. ആ ഒരൊറ്റ ഫോർമുല, ആ ഫോർമുലയിൽ നിന്നാണ് ബാക്കി എല്ലാ ഫോർമുലയും ഉണ്ടായിരിക്കുന്നത്. ഞാൻ വിശദമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, കൂടാതെ നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും ഉണ്ട്. ഇത് രണ്ടും കൂടി കണ്ടാൽ ഏറ്റവും സൂപ്പറായിരിക്കും. കാരണം തിയറി മുഴുവൻ നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കാൻ പറ്റും. ഇത് ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇത്തിരി ഫാസ്റ്റായിട്ട് ഇത്തിരി പറഞ്ഞു വെച്ചേക്കാണ്. കാരണം ഒരു 1 അവറിൽ തന്നെ എനിക്ക് ഈ ഒരു ചെറിയ ചാപ്റ്റർ തീർക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യം ഞാൻ തിയറി പറയുന്നുണ്ട്, ആ തിയറി മുഴുവൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ 8th ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ 2 ടേംസിൻ്റെ തിയറത്തിനെ കുറിച്ച് പറയുന്നതാണ് ബൈനോമിയൽ തിയറം. ഇപ്പോൾ AB ഇത് 2 ടേംസ് ആണ്. raised-0 ഇട്ടാൽ നമുക്കിത് 1 ആണ് എന്നറിയാം. എന്ത് raised-0 എന്ന് പറഞ്ഞാലും 1 ആണ്. ഓക്കെ, അതുപോലെ a+b⁴1 എത്ര ടേം ഉണ്ട്? 2 ടേംസ് ആണുള്ളത് അല്ലേ. ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കിയാൽ a+b 2 ടേംസ് ആണ്. ഇനി a+b² ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കൂ. ഇവിടെ എന്താ വരുന്നത്? a² + 2ab + b². ഓക്കെ, a+b³ ഓക്കെ, ഇതാണെങ്കിലോ a³ + 3a²b + 3ab² + b³ ഇവിടെ പവർ 3 ആയപ്പോൾ നമുക്ക് 1 2 3 4 ടേംസ് വന്നു. ഇവിടെ പവർ 2 ആയപ്പോൾ 1 2 3 ടേംസ് വന്നു. ഇനി നമുക്ക് a+b⁴ ആണെങ്കിൽ നമുക്കറിയാം 5 ടേംസ് ആണ് വരുന്നത്. പക്ഷെ പെട്ടെന്ന് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ വരെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ a+b⁴n വരെ ഏത് ടേം വന്നാലും എക്സ്പാൻഷൻ അറിയണം. അതിനുള്ള തിയറമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പാസ്കൽസ് ട്രയാങ്കിൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പാസ്കൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നോക്കൂ, a+b⁴0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയഫിഷ്യൻറ്റ് 1 ആണ്. കാരണം ഒരു ടേം ഉള്ളതിൻ്റെ കോയഫിഷ്യൻറ്റ് 1. a+b⁴1ൽ എക്കും ബിയുടെയും കോയഫിഷ്യൻറ്റ് 1 1 ഞാൻ കൊടുത്തു. കണ്ടോ, ഇതിൻ്റെ കോയഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോയഫിഷ്യൻറ്റ് 1 2 1. അപ്പോൾ ഞാൻ 1 2 1 കൊടുത്തു. ഇതിൻ്റെ കോയഫിഷ്യൻറ്റ് 1 3 3 1. അപ്പോൾ ഇതിൻ്റെ കോയഫിഷ്യൻറ്റ് എന്തായിരിക്കണം? ഇവിടെ ഒരു റിലേഷൻ കണ്ടെത്തി. 1 + 2 3 2 + 1 3 പിന്നെ 1. അപ്പോൾ ഇവിടെ ആദ്യം 1 ആണ്. ഇനി ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 6, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4. അപ്പോൾ അതാ 1. അപ്പോൾ നമുക്ക് a+b⁴ എഴുതാം. a⁴ ഫസ്റ്റ് പ്ലസ് ഇവിടെ 4. ഇവിടെ നോക്കി a³ ആണെങ്കിൽ a² വരും. അപ്പോൾ ഇവിടെ 3 വന്നു, b⁴1 വന്നു. ഈ പവേഴ്സ് തമ്മിൽ ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്താൽ ഈ n കിട്ടണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി 6 ആണ്. 6a ഇവിടെ ഒന്ന് ഡിക്രീസ് ചെയ്തു, കണ്ടോ 2 വന്നു. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ പവർ 4 കിട്ടി. ഇനി ഇവിടുത്തെ 4 ആണ്. അപ്പോൾ 4 ഇവിടെ ഒന്നും കൂടി ഡിക്രീസ് ചെയ്യണം. അപ്പോൾ 1 വന്നു. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ പവർ ആഡ് ചെയ്താൽ 4 ആണ്. ഇനി ഇവിടെ ലാസ്റ്റ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁴0 b⁴. അപ്പോൾ അതാ ഇതിൻ്റെ എക്സ്പാൻഷനായി. അപ്പോൾ ഈ പാസ്കൽസ് ട്രയാങ്കിൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഏതിൻ്റെ എക്സ്പാൻഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് വെച്ചാൽ ഇവിടെ 1 ആണ് 5 ആണ്, ഇത് 10 വന്നു, ഇവിടെ 10 വന്നു 5 വന്നു 1. ഇങ്ങനെ പാസ്കൽസ് ട്രയാങ്കിൾ എഴുതാം. പക്ഷെ ഇപ്പോൾ നമുക്ക് a+b⁴10 എഴുതണം. അപ്പോൾ a+b⁴10 എഴുതണമെങ്കിൽ ഇതുപോലെ ട്രയാങ്കിൾ ഫോം ചെയ്ത് 10 കണ്ടെത്താന്ന് വെച്ചാൽ ഇമ്പോസിബിളാണ്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കോഎഫിഷ്യൻസിൻ്റെ ഒരു തിയറം കൊണ്ടുവന്നു. അതായത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു പാസ്കൽസ്. ആ സയൻറ്റിസ്റ്റ് C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ 1C1 1C0 1C1. അപ്പോൾ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് 1 ആണ്. ഇനി ഇവിടെ 2C0 2C1 2C2. ഓക്കെ, ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പോൾ ഇവിടെയും കിട്ടി 3 ടേംസ്. ഇനി 3 വന്നാൽ 3C0 3C1 3C2 3C3. ഓക്കെ, അപ്പോൾ അങ്ങനെ കോഎഫിഷ്യൻസിൻ്റെ ഒരു തിയറം കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എളുപ്പം മനസ്സിലായി a+b⁴n വന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, NC0 അപ്പോൾ a⁴n b⁴0 പ്ലസ് NC1 a⁴n−1. ഒന്ന് ഡിക്രീസ് ചെയ്യുക, ഇവിടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ NC2 ഇവിടെ ഒന്ന് ഡിക്രീസ് ചെയ്തു, ഇവിടെ ഇൻക്രീസ് ചെയ്തു, പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോയാൽ നമുക്കിവിടെ നിന്ന് എന്തോരും NCn a⁴0 b⁴n. ഓക്കെ, ഇങ്ങനെ തിയറം. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ തിയറം. ഈ ഒരൊറ്റ ഫോമുലയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ ഫോമുലയിൽ നിന്നാണ് വീണ്ടും ചെറിയ ചെറിയ ഫോമുലാസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ a+b⁴n that is equal to NC0 a⁴n b⁴0 plus NC1 a⁴n−1 b⁴1 plus etc. plus NCR ആണെങ്കിൽ a⁴n−r b⁴r വരും, പ്ലസ് എക്സെട്ര. നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ടേം NCn a⁴0 b⁴n. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല. ഈ ഫോമുലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ഈ ഒരു ടേമിനെ എങ്ങനെ എടുക്കുക, ഈ ഒരു ടേം, അതായത് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേമാണ്. അപ്പോൾ ഇതെന്താ r+1th ടേം. അപ്പോൾ TR+1th ടേം എന്ന് പറഞ്ഞാൽ NCR a⁻n−r b⁻r. അപ്പോൾ കണ്ടോ, ഇതിനെ നമ്മൾ ജനറൽ ടേം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് പിന്നെ കുറേ മിഡിൽ ടേം, ജനറൽ ടേം, ടേം ഇൻഡിപെൻഡൻ്റൊക്കെ യൂസ് ചെയ്യുന്ന ഫോമുലയായിട്ട് മാറുകയാണ്. ആക്ച്വലി ഈ ഫോമുലയിലെ ഒരു ടേമാണിത്, അതാണ് പിന്നീട് മറ്റു ഫോമുലയായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഇതിനെ തന്നെ a−b⁴n എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾട്ടറേറ്റ് മൈനസ് ആയാൽ മതി. ഇപ്പോൾ NC0 a⁻n b⁻0 മൈനസ് NC1 a⁻n−1 b⁻1 പ്ലസ് NC2 a⁻n−2 b² മൈനസ്, ഇതുപോലെ ഓൾട്ടറേറ്റ് മൈനസ് ആയിപ്പോയാൽ ഇതായി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ഫോമുലയാണ് ഇത്. ഇനി നെക്സ്റ്റ് ഇവിടെ a that is equal to 1ഉം b that is equal to xഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 + x⁴n that is equal to ഈ ഫോമുലയിലാണ് കൊടുക്കുന്നത്. NC0 a എല്ലാം 1 അപ്പോൾ a കൊടുക്കണ്ട, b മാത്രം കൊടുത്താൽ മതി. അപ്പോൾ x⁻0 പ്ലസ് NC1 x² പ്ലസ് NC2 x³ പ്ലസ് എക്സെട്ര മറ്റൊരു ഫോമുലയായിട്ട് മാറി. ഇത് തന്നെ മൈനസ് വന്നാൽ ഓൾട്ടറേറ്റ് മൈനസ് ആയി. ഇനി x that is equal to 1 ആണ് പറഞ്ഞെങ്കിലോ, ഇവിടെ 1 + 1⁴n. അപ്പോൾ NC0 എക്സും ഇല്ല, അപ്പോൾ നമുക്ക് പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് NC3 പ്ലസ് എക്സെട്ര. ദിസ് ഇസ് ഈക്വൽ ടു 2n മറ്റൊരു ഫോമുലയായി മാറി. ഓക്കെ, അപ്പോൾ ഇനി ടേം ഇൻഡിപെൻഡൻറ്റ്, ജനറൽ ടേം, അതിനെല്ലാം ഈ ഫോമുല യൂസ് ചെയ്യാം. ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഫോമുലാസ് യൂസ് ചെയ്യാം. മൈനസിൻ്റെ ഫോമുലാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഫോമുലാസ്. ഇനി ഇതിൽ നിന്ന് കുറച്ചും കൂടി പോയിൻറ്റ്സുകൾ നമുക്കറിയാനുണ്ട്. ആ പോയിൻറ്റ്സുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് a+b⁴n എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, ഇവിടെ n ആണെങ്കിൽ n+1 ടേംസ് ആയിരിക്കും ഈ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ, n+1 ടേംസ്. അതുപോലെ തന്നെ ഇവിടെ എയും ബിയും, ഇപ്പോൾ ഇവിടുന്ന് NC0 a⁻n b⁻0 ആണ്. കണ്ടോ, ഇതിൻ്റെ ഇൻഡെക്സ് ഇവിടെ എന്താണ്,
n ആണ്. ഇവിടുത്തെ ഇൻഡെക്സ് 0 ആണ്. ഇനി നെക്സ്റ്റ് ടേം വരുമ്പോൾ ഇൻഡെക്സ് ആദ്യത്തെ ഡിക്രീസ് ചെയ്യും, ഈ ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്താ പറയാൻ പറ്റുക? In the expansion the index of A goes on decreasing by 1. A ഇങ്ങനെ A goes decreasing by 1 and B goes increasing by 1. ഓക്കെ, 1 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഇത് ഡിക്രീസ് ചെയ്യും, ഇത് ഇൻക്രീസ് ചെയ്യും. ഓർഡറിലാണ് അത് പോകുന്നത്. ഇനി നമുക്ക് കൺഫ്യൂഷൻ വന്നാൽ എയ്ക്കും ബിക്കും കൂടി ഇൻഡെക്സുകൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്താണ്? n ആയിരിക്കും. ദ സം ഓഫ് ഇൻഡിസസ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ്? എന്നിന് ഈക്വൽ ആയിരിക്കും. ഈ എന്നിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇവിടെ a പ്ലസ് ബി ഹോൾ റൈസ് ടു n. ഇഫ് n ഈസ് ഈവൻ ആണെങ്കിൽ ഓഡ് ടേംസ് ആണ് ഉണ്ടാവുക. ഓഡ് ടേംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. n ഈവൻ ആണെങ്കിൽ ഓഡ് ടേംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഈവൻ എന്ന് വെച്ചാൽ 4 ആണ്. 4 ആണെന്നാണെങ്കിൽ 5 ടേംസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് n കണ്ടോ, ഈവൻ ആണെങ്കിൽ n/2 പ്ലസ് 1th term is the middle term. ഓക്കെ, ഇനി a plus b whole raised to n. if n is odd, n ഒരു ഓഡ് ആണെങ്കിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ടാവും? ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഈവൻ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ അതിൻ്റെ ആ ഈവൻ നമ്പേഴ്സ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഈ n പ്ലസ് 1/2 എന്നെടുക്കാം. അപ്പോൾ നമുക്കൊരു ടേം കിട്ടും. അതുകൂടാതെ n പ്ലസ് 1/2 പ്ലസ് 1th ടേം എടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ടേംസ് ഉണ്ടാവും മിഡിൽ ടേംസ് ആയിട്ട്. അപ്പോൾ 2 മിഡിൽ ടേംസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ എടുക്കാം. ഇഫ് n ഈസ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 എന്ന് എടുക്കുക. ഇപ്പോൾ a പ്ലസ് ബി ഹോൾ റൈസ് ടു 4 ആണെങ്കിൽ, ഈവൻ ആണെങ്കിൽ ഓഡ് ടേംസ് ആണ് നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ എത്ര ടേംസ് ഉണ്ടാവും? 5. 1 2 3 4 5 ടേംസ് ഉണ്ടാവും. അപ്പോൾ മിഡിൽ ടേം കാണുന്നത് എങ്ങനെയാണ്? 4/2, അതായത് 2 പ്ലസ് 1 തേർഡ്. അപ്പോൾ തേർഡ് ടേം ഈസ് ദ മിഡിൽ ടേം. ശരിയല്ലേ? നോക്കി, മിഡിൽ ടേം ഇത് രണ്ടും പോയി, ഇവിടെ പോയാൽ മിഡിൽ ടേം ഇതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഈവൻ ആണെങ്കിൽ ഒറ്റ മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. അതേസമയം a പ്ലസ് ബി ഹോൾ റൈസ് ടു 5 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ടാവും? 6 ടേംസ് ഉണ്ടാവും. 1 2 3 4 5 6 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 3 പോയി, ഇങ്ങോട്ടും 3 പോയി. അപ്പോൾ മിഡിൽ ടേം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയാണ് മിഡിൽ ടേം ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഇതെങ്ങനെ രണ്ടും കിട്ടുന്നതെന്ന് നോക്കി, 5 പ്ലസ് 1/2 എടുക്കുക, അതായത് 6/2, അതായത് 3. പിന്നെ നെക്സ്റ്റ് ടേം കണ്ടോ, നെക്സ്റ്റ് ടേം എന്ന് വെച്ചാൽ 4. അപ്പോൾ 3ഉം 4ഉം ടേംസ് ആണ് ഇതിൻ്റെ മിഡിൽ ടേം. 1 2 3 4 കണ്ടോ, 3ഉം 4ഉം മിഡിൽ ടേംസ് ആയി. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് n ഈസ് ഈവൻ, അതേപോലെ n ഈസ് ഓഡ്. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ, ഈവൻ നമ്പർ ഓഫ് ടേംസ്, ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഇതിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സുകളാണ് ഞാനിപ്പോൾ ഈ വീണ്ടും പറഞ്ഞത്. ഓക്കെ, ഇനിയും ഒത്തിരി പോയിൻറ്റ്സുകളുണ്ട്, കാരണം നിങ്ങളിതെല്ലാം നോട്ട് ചെയ്യേണ്ടതാണ്. ഇനിയുള്ള പോയിൻറ്റ്സ് ഓരോ പ്രോബ്ലത്തിൻ്റെ ഇടയിലും വരുന്ന പോയിൻറ്റ്സുകളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ തിയറി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അല്ലേ? കുറച്ചും കൂടിയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തിരി ഫാസ്റ്റൊക്കെ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലവട്ടം കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ തിയറിയിൽ നിന്ന് ഫോർമുലാസ് എല്ലാം എഴുതി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഫോർമുലാസ് എല്ലാം ഉണ്ടെങ്കിലാണ് നമുക്കിനി പ്രോബ്ലംസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞാൻ പ്രോബ്ലംസ് ഒരു ഫസ്റ്റ് ഹാഫ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് പ്രോബ്ലംസ് നിങ്ങൾ നോക്കിക്കോളൂ. അത് അതിൻ്റെ റേഞ്ചിലുള്ള പ്രോബ്ലംസാണ്. ശരിക്കും എൻട്രൻസിന് പല ആവർത്തി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും ഒരൊറ്റ ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2x - 3 ഹോൾ റൈസ് ടു 8 ഈസ്
കേട്ടോ. ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 9 ടേംസ് ആവുള്ളത്. അപ്പോൾ അതാ എളുപ്പം നമുക്ക് അവിടെ കിട്ടിയ ആൻസർ 9 ടേംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ റേസ് ടു 2n ദ മിഡിൽ ടേം ഈസ്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേമാണ് കണ്ടേ, കണ്ടോ. ഇത് 2n ആണ്. 2n ആണെങ്കിൽ ഈവൻ ആണ്. ഈവൻ ആണെന്നുണ്ടെങ്കിൽ 2n/2 + 1 അതാണ് മിഡിൽ ടേം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈവൻ നമ്പർ ആണെങ്കിൽ /2 + 1. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ n+1. അപ്പോൾ n+1th ടേമാണ്. അപ്പോൾ tn+1 ആണ് ഇതിൻ്റെ മിഡിൽ ടേം. ഇതേതാ ആൻസർ നോക്കി, ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 + x ഹോൾ റേസ് ടു 30. ലാർജസ്റ്റ് കോഎഫിഷ്യൻസ്. അപ്പോൾ ഞാൻ പാസ്കൽസ് ട്രയാങ്കിൾ വരച്ചപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇവിടെ 1, ഇവിടെ 1, 1, 2, 1, 1 അല്ലേ, 3, 3, 1, ഇനി 1, 4, 6, 4, 1, ഇനി 1, 5, 10, ഇത് 10, ഇവിടെ 5, 1. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഇങ്ങനെയാണ് പാസ്കൽസ് ട്രയാങ്കിൾ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ. ഇത് 1 ആണെങ്കിൽ ഇത് 1 ആണ്. ഇവിടെ 5 ആണെങ്കിൽ 5 ആണ്. 10 ആണെങ്കിൽ 10 ആണ്. 1 ആണെങ്കിൽ 1, 4, 4 കണ്ടോ 6. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മിഡിൽ ടേം കണ്ടോ. ഇതിൻ്റെ മിഡിൽ ടേം കണ്ടോ. ഇതിൻ്റെ മിഡിൽ ടേം, ഇത് ഒറ്റയ്ക്കുള്ള മിഡിൽ ടേം, അതിനൊരു റിലേഷൻ കണ്ടില്ലേ. അപ്പോൾ ഇത് ലാർജസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഇൻ ദ എക്സ്പാൻഷൻ. ഇവിടെ നിന്ന് എങ്ങനെ പോയാലും ലാർജസ്റ്റ് കോഎഫിഷ്യൻറ്റ് മിഡിലാണ് വരിക, മിഡിൽ ടേം ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം എന്ന് വെച്ചാൽ 31 ടേംസാണ് ഇവിടെ ഉണ്ടാവുന്നത്. 31th ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 30/2 15 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഇത് 30C20. ഓക്കെ, ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 30C15. ഇതാണ് നമുക്ക് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അതായത് 16th ടേമാണ് ഇതിൻ്റെ മിഡിൽ ടേം. 16th ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 30C15. 30 എന്ന് വെച്ചാൽ 1 ആണ്. 30C20 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും വലിയ ടേംസ് വരുന്നുണ്ട് അല്ലേ. അതാണ് 50. മിഡിൽ ടേമാണ് ഏറ്റവും വലിയ ടേമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു 15 മൈനസ് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 15 ഈസ് 102, 51, 26, 25. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ 52 ടേംസ് ഉണ്ട്. ഇവിടെയും 52 ടേംസ് ഉണ്ട്. അപ്പോൾ 104 ആണ് ടോട്ടൽ ടേംസ് നമുക്കറിയാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നാൽ കുറേ സബ്ട്രാക്റ്റഡ് ആയി പോകും. കാരണം സെയിം ടേംസ് അല്ലേ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ ഈവൻ ഓടാണല്ലോ. എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 1 മൈനസ് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 1. ഇപ്പോൾ 2 ടേംസ് ആണല്ലേ. 2 + 2 4 ടേംസ് വേണം. എത്ര ടേം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. എക്സ് മൈനസ് എ മൈനസ് എക്സ് പ്ലസ് എ ഇവന് കട്ട് ചെയ്ത് പോയി. ഓക്കെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ല, സോറി, ഇതാ ഇവിടെ പ്ലസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടേംസ് എയും ഉണ്ട് എയും ഉണ്ട്. അപ്പോൾ എത്ര ടേംസ് വന്നു? 2a. ദാറ്റ് മീൻസ് ഒരൊറ്റ ടേമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൺലി 1 ടേം. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടുന്ന് നമുക്കിവിടെ 56 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ അല്ല 51 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 52 ആണ്. അപ്പോൾ ഇവിടെയും 52 ആണ്. അപ്പോൾ ഇതിൻ്റെ നേർപകുതി കട്ടായി പോകും. 52 + 52 ഉണ്ടോ. നമുക്ക് നേർപകുതി ഇവിടെ കട്ടായി പോവുകയാണ്. കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? /2 എടുത്താൽ 26 ടേംസ് ആണ് ടോട്ടൽ ഇവിടെ വരുന്നത്. അതായത് 52/2 നമ്പർ ഓഫ് ടേംസ്. അതിൻ്റെ പകുതി ടേംസ് കട്ടായി പോണ കാരണം ആക്ച്വലി നമുക്ക് എന്തുണ്ട്? 26 × 2 52 ടേംസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ മൈനസ് വന്ന കാരണം കട്ടായി പോയി. റിമൈനിങ് 26 ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം എടുത്ത് ഈ ഓഡിൻ്റെ ഒരെണ്ണം എടുത്ത് നമ്മൾ എക്സ്പാൻഷൻ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ തേർഡ് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1/x + x² whole raised to 5 x not equal to 0 is 10, then value of x is dash 0, 1, 2, 3. നമ്മളോട് പറയാം തേർഡ് ടേം ഇൻ ദ എക്സ്പാൻഷൻ. തേർഡ് ടേം TR + 1 ദറ്റ് ഇസ് ഈക്വൽ ടു NCR A raised to n - R B raised to R. ഏത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്താൽ മതി.
ഇതിൻ്റെ ഉള്ളിൽ തേർഡ് ടേം ആണോ ഇവിടെ 2+1 കൊടുക്കുക. അപ്പോൾ തേർഡ് ടേം ആയില്ലേ. അപ്പോൾ n എത്രയാണ് 5 ആണ്. 5c2a. അപ്പോൾ 1/x 3. ഇനി x². ഇവിടെ കണ്ടോ x², അതായത് x⁴. x² ഹോൾ സ്ക്വയർ. അതായത് കണ്ടോ അവിടെ 2 വന്ന കാരണം 2² 4 വന്നു. ഇത് എന്ന് പറയുന്നത് 10 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, ഇത് രണ്ടും കൂടി 5 × 4/1 × 2. ഇതിൻ്റെ ഈസി എക്സ്പാൻഷനാണ്. ഇവിടെ പവർ 3 പവർ 4 ഇവിടെ x ആയി മാറി, കട്ട് ചെയ്ത് പോയി. അപ്പോൾ 10 വന്നു. അപ്പോൾ 10 that is equal to 10x, which implies x that is equal to 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ കണ്ടോ, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The middle term in the expansion of x plus 1/x whole raised to 10 where x not equal to 0. ഇവിടെ 10 ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഇത് ഈവൻ ആണ് അല്ലേ. ഈവൻ ആണെങ്കിൽ 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 5 വന്നു. 5 + 1. 6th ടേം ഈസ് ദ മിഡിൽ ടേം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, TR + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു NCR a⁻n−r b⁻r. ഓക്കെ. അപ്പോൾ T 5 + 1 അല്ല 6th ടേം അല്ലേ. ഇവിടെ n എന്ന് വെച്ചാൽ 10 C 5 a. ഇവിടെ x⁻10 കണ്ടോ 5 × b, അതായത് 1/x whole raised to 5. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പോയാൽ 10C5. ഇങ്ങനൊരു ആൻസർ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 + x whole raised to 10 ഈസ്. ഇപ്പോൾ 1 + x whole raised to 10. അപ്പോൾ നമുക്ക് ടോട്ടൽ 11 ടേംസ് ഉണ്ടാവും. ഈ 11 ടേംസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ കോഎഫിഷ്യൻസിൻ്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം കൂടി എഴുതാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ് 1 ആണ്. അപ്പോൾ ഞാനിവിടെ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ 1 + 1 whole raised to 10. ദാറ്റ് മീൻസ് 2 raised to 10 ആണ് ഇതിൻ്റെ ആൻസർ. 2 raised to 10. ഓക്കെ. ഈസിയാണോ? അത് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? 1 + x ഹോൾ സ്ക്വയർ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ ഇവിടെ വരിക? 2 raised to 2 ആണ് വരിക. എങ്ങനെയാണ് വരുന്നത്? 4 അല്ലേ വരുന്നത് നോക്കാം. 1 + 2x + 1, അതായത് കോഎഫിഷ്യൻസ് മാത്രമാണ് 1 + 1 കണ്ടോ. 1 + 1 + 2 കണ്ടോ. ദാറ്റ് മീൻസ് 4 ആണ്, അതായത് 2². അപ്പം നമുക്ക് 2² ആണ് കോഎഫിഷ്യൻസ് തന്നെ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുത്തു. ഇവിടെ 2 ആണെങ്കിൽ 2², ഇവിടെ 3 ആണെങ്കിൽ 2³ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്. അത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആവുന്ന കണ്ടീഷനിലാണ് ഇങ്ങനെ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് ചെയ്യാം, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The n+1th term in the expansion of x/9 + 9y whole raised to 2n is this. n+1th term, അതായത് നമുക്ക് എക്സ്പാൻഷൻ TR + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു NCR a⁻n−r b⁻r. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ഈ ഫോർമുലയിൽ നമ്മൾക്കിവിടെ പറഞ്ഞേക്കണം n+1th ടേമാണ്, r+1th ടേം അല്ല. അപ്പോൾ ഞാനിവിടെ n+1th ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2NCn. a എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നോക്കൂ, x/9 ഹോൾ റേസ് ടു 2n - n. b എന്ന് പറഞ്ഞാൽ എന്താ 9y ഹോൾ റേസ് ടു n. ഓക്കെ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. 2NCn x/9 ഹോൾ റേസ് ടു n 9y റേസ് ടു n. ഓക്കെ. ഈ 9 റേസ് ടു n 9 റേസ് ടു n കട്ട് ചെയ്താൽ 2NCn x റേസ് ടു n y റേസ് ടു n. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 2NCn ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. x റേസ് ടു n y റേസ് ടു n. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of terms in the expansion of x-1/x whole raised to 2n x not equal to 0 is number of terms. വളരെ ഈസിയാണ്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഇത് +1. അപ്പോൾ 2n + 1 ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The sum of the coefficients in the expansion of 1 minus x whole raised to 10 is, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് 1 പ്ലസ് എക്സിൻ്റെ. ഇവിടെ എക്സിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 1 ഹോൾ റേസ് ടു 10, ദാറ്റ് മീൻസ് 0 റേസ് ടു 10. അതായത് ആൻസർ ഇവിടെ കോഎഫിഷ്യൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് ഇതാണ് ആൻസർ 0. ഓക്കെ, അപ്പോൾ അതൊരു എളുപ്പമാർഗ്ഗമാണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n ഈസ്. ജനറൽ ടേം ആണ്. ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ടി ആർ പ്ലസ് 1 ദറ്റ് ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ. ഓക്കെ, ഇവിടെ എൻ സി ആർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കണ്ട, ഇത് എക്സ് ആണ്, എക്സ് റേസ് ടു ആർ. ഇങ്ങനെ ആൻസർ ഉണ്ടോ നോക്കൂ, എൻ സി ആർ എക്സ് റേസ് ടു ആർ. ഇതാണ് ഇതിൻ്റെ ജനറൽ ടേം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 2 ബൈ എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു ആർ ഈസ്. നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ ടേംസിനെ കുറിച്ച് നമ്മൾ ബോധേഡേ ആവണ്ട. നമുക്ക് ഇവിടെ നോക്കുക, ഇവിടെ എക്സ് n ഈക്വൽ ടു 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1, അതായത് 7 ടേംസ്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്. ഓക്കെ, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഉണ്ടാവാൻ പാടില്ല ആ ടേമിൽ. ഇപ്പം നോക്കൂ, എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ഇങ്ങനെ എടുത്തു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. ഇവിടെ 2 എന്ന് പറയുന്നത് ടേം ഇൻഡിപെൻഡൻറ്റാണ്. ഓക്കെ, ഇവിടുത്തെ സെക്കൻഡ് ടേമാണ് ടേം ഇൻഡിപെൻഡൻറ്റ്. അതുപോലെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ. ഇതിലേത് ടേമാണ് ടേം ഇൻഡിപെൻഡൻറ്റ്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ഇതിൻ്റെ മിഡിൽ ടേം എടുക്കുക. കണ്ടോ, മിഡിൽ ടേം നോക്കാം. അപ്പോൾ മിഡിൽ ടേം എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ ടേം ടി ആർ പ്ലസ് 1 ദറ്റ് ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ. ദിസ് ഇസ് ഈക്വൽ ടു 10 സി ആർ എ എന്ന് പറഞ്ഞാൽ എക്സ്, ഇവിടെ 10 മൈനസ് ആർ ബി എന്ന് പറഞ്ഞാൽ -1 ബൈ എക്സ് ഹോൾ റേസ് ടു ആർ. ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടേം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ എക്സ് ഉണ്ടാകില്ല. എക്സിന് പകരം അവിടെ എന്തായിരിക്കും, 0. കാരണം കണ്ടോ, എക്സ് റേസ് ടു 0 ആയിരിക്കും. എക്സിന് പകരം അവിടെ 1 ആയിരിക്കും. കണ്ടോ, അവിടെ എക്സിന് പകരം അവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് 10 സി ആർ എക്സ് റേസ് ടു 10 മൈനസ് ആർ -1 ബൈ എക്സ് ഹോൾ റേസ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്, 10 സി ആർ എക്സ് റേസ് ടു 10 മൈനസ് ആർ, ഇവിടെ -1 ഹോൾ റേസ് ടു ആർ 1 ബൈ എക്സ് റേസ് ടു ആർ. ഇങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ നിന്ന് വരികയാണ് 10 സി ആർ, ഇത് മുകളിലേക്ക് എടുത്താൽ എക്സ് റേസ് ടു 10 മൈനസ് ആർ -1 ഹോൾ റേസ് ടു ആർ. ഇത് മുഴുവൻ 0 ആവണം, ശരിയല്ലേ? ഇത് മുഴുവൻ 0 ആവണമെന്നുണ്ടെങ്കിൽ 10 മൈനസ് 2r ദറ്റ് ഇസ് ഈക്വൽ ടു 0, അതായത് 2r ദറ്റ് ഇസ് ഈക്വൽ ടു 10 വിച്ച് ഇംപ്ലൈസ് r ദറ്റ് ഇസ് ഈക്വൽ ടു 5. നമുക്കിവിടെ r 5 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ t 5 പ്ലസ് 1 ദറ്റ് ഇസ് ഈക്വൽ ടു 10 സി 5. ഇത് മുഴുവൻ 0 ആയി. -1 റേസ് ടു നമുക്ക് എന്ത് കിട്ടി, 5 കിട്ടി. ഓക്കെ, -1 റേസ് ടു 5. -1 റേസ് ടു 5 എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഉള്ള ഒരൊറ്റ ആൻസറേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കണം ആൻസർ. ദാറ്റ് മീൻസ് 10 സി 5ൻ്റെ എക്സ്പാൻഷൻ 2 ഇതായിരിക്കും. അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് കിട്ടിയത്, -252 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം മൈനസാണ്, മൈനസുള്ള ബാക്കിയൊന്നും മൈനസുള്ളതില്ല. അപ്പോൾ 10 സി 5നെ നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കറിയാം 10 സി 5നെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 1 2 3 4 5. ഇനി 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടി കട്ട് ചെയ്താൽ 10 പോയി. ഇത് കണ്ടോ, ഇവിടെ 2 വന്നു. ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 വന്നു. അപ്പോൾ നമുക്കിവിടെ 6 ഇൻറ്റു 6 36 ഇൻറ്റു 7 ഇപ്പോൾ 256 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3x plus y whole raised to 4 whole raised to
8. അപ്പോൾ നമുക്കിതാ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 32 കിട്ടും. 32 + 1 ആൻസർ എത്ര വന്നു? 33 ആണ് അവിടെ വരുന്ന ആൻസർ. ഓക്കെ, ഇനി ഇത് ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദിസ് ജനറൽ ടേം ആണ്. ജനറൽ ടേം ഫൈൻഡ് ചെയ്യണമെങ്കിൽ TR + 1 that is equal to NCR A⁻n−R B⁻R. കണ്ടോ, നമ്മൾ ആ ഒരു ടേം എത്ര പ്രാവശ്യം ഇപ്പോൾ എഴുതുന്നു? ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ജനറൽ ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാൻ പറ്റുക? ഇവിടെ 44CR A എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. X⁻², ഉണ്ടോ, ഇവിടെ R ആണെങ്കിൽ ഇവിടെ R. അപ്പോൾ ഇവിടുത്തെ ജനറൽ ടേം എന്താ? 44CR X⁻R. ഇതാണ് ഇതിൻ്റെ ജനറൽ ടേം. ഇനി നെക്സ്റ്റ് എന്താ? ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്. ഇതിൻ്റെ ഉള്ളിലെ മിഡിൽ ടേം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ 12/2 that is equal to 6 വരും. 6 + 1 that is equal to 7th term is the middle term. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതണ്ടേ? എന്താ, അതായത് T, ഇതല്ലേ ജനറൽ ടേം? T കണ്ടോ, 7th term. അപ്പോൾ 6 + 1 that is equal to n എന്ന് വെച്ചാൽ 12, C 6, A എന്ന് പറഞ്ഞാൽ ഇവിടെ X ആണ്. X കണ്ടോ. ഇനി n-R that means 6. ഇവിടെ B എന്ന് വെച്ചാൽ -2y⁻6. ഇതാണ് ദ മിഡിൽ ടേം. ഓക്കെ, ഒറ്റ മിഡിൽ ടേമേ ഉള്ളൂ. ഇത് മിഡിൽ ടേം എഴുതി. ഇനി സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി മിഡിൽ ടേം ചോദിച്ചാൽ. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മെയിൻ ഫോർമുല. ഓക്കെ, ഈ ഫോർമുലയാണ് മെയിൻ. അപ്പോൾ 17th ക്വസ്റ്റ്യൻ, ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x/2 - 2/x⁻10 ഈസ് ഡാഷ്. ജനറൽ ടേം കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല? എന്താ? TR + 1 n, എന്നിൻ്റെ സ്ഥാനത്ത് 10, CR, എയുടെ സ്ഥാനത്ത് x/2⁻10⁻R. B എന്ന് പറഞ്ഞാൽ -2/x⁻R. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ജനറൽ ടേം. അപ്പോൾ ജനറൽ ടേം കാണണമെങ്കിലും മിഡിൽ ടേം കാണണമെങ്കിലും ടേം ഇൻഡിപെൻഡൻറ്റ് കാണണമെങ്കിലും നമുക്ക് അറിയേണ്ട ഒറ്റ ഫോർമുല, മെയിൻ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? TR + 1 that is equal to NCR A⁻n−R B⁻R. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. അതുപോലെ ജനറൽ മിഡിൽ ടേം ഓർ ടേംസ് ജനറൽ ടേം കണ്ടുപിടിക്കാം. അതുപോലെ ടേം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലാതെ നമ്മളോട് ഇടയിൽ നിന്ന് ഒരു ടേം 12th ടേം ഫൈൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഫോർമുല ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ T11 + 1 12th ടേം. അപ്പോൾ ഏത് ടേമിനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല യൂസ് ചെയ്താൽ ടേംസ് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 18th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ ഓർ ഫോൾസ്? അതിൽ ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് A + B⁻n, n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n ഈസ് n-1. അതായത് A + B⁻n എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും? നമുക്കത് ഉറപ്പുണ്ട്. n+1 ടേംസ് ആയിരിക്കും അല്ലേ? +1 ടേംസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ അവർ തന്നിരിക്കുന്നത് n-1 എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇത് നമുക്ക് F എന്ന് പറയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² + y⁻³ ഈസ് 8. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 7 ആണ്, പക്ഷെ 7 + 1 ടേംസ് അല്ല. ഇവിടെ എന്തുണ്ട്? x² + y⁻³ ഉണ്ട്. ഇതിൻ്റെ കൂടെ വീണ്ടും 7 വന്നേക്കാണ്. ദാറ്റ് മീൻസ് 7 × 3 21 ആണ്. 21 + 1 22 ടേംസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഉണ്ടാവുക. ഇവർ തന്നിരിക്കുന്നത് 8 ആണ്. അപ്പോൾ അഗെയിൻ ദിസ് ഈസ് ഓൾസോ ഫോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യൻ്റ് ഓഫ് x⁵ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x + 1⁸ ഈസ് 8C5. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x⁵ എന്ന് പറയുന്ന കണ്ടോ കോഎഫിഷ്യൻ്റ് വരണം. ഏതിൻ്റെ എക്സ്പാൻഷനാണ്? x + 1⁸ അങ്ങനെയാണെങ്കിൽ ഈസ് 8C5 ആണ് എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണ്ടേ? നമുക്കറിയാം ജനറൽ ടേം TR + 1
that is equal to NCR A raised to n minus R B raised to R. ഇതാണ് ജനറൽ ടേം. ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ n എന്ന് പറഞ്ഞാൽ 8 ആണ്. 8C R ഇവിടെ C5 കൊടുത്തേക്കാം, 8C5. അപ്പോൾ A എന്ന് പറയുന്നത് x. അങ്ങനെയാണെങ്കിൽ 8 മൈനസ് 3. ഓക്കെ, ബി എന്ന് പറയുന്നത് 1 റേസ് ടു, നമുക്കിവിടെ നിന്ന് എന്താ വേണ്ടേ, 1 റേസ് ടു 5. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 8C5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് റേസ് ടു 5, 1 റേസ് ടു ദിസ് നമുക്ക് വേണ്ട അല്ലേ, അതായത് 1 റേസ് ടു, അപ്പോൾ എക്സ് റേസ് ടു 5, അപ്പോൾ 8C5 എക്സ് റേസ് ടു 5ൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 8 എന്ന് കൊടുക്കുക. ഓക്കെ, എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് എന്ന് കൊടുത്തു. ഇനി ഇവിടുന്ന് 8C5 ആണ് നമുക്ക് വേണ്ടത്. 8C5 എ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 റേസ് ടു നമുക്ക് എന്ത് ചെയ്താലും അല്ലേ, 1 റേസ് ടു കണ്ടോ, 8 മൈനസ് 5 3 ആണ്. പിന്നെ എക്സ് റേസ് ടു 5. ഓക്കെ, അപ്പോൾ 8C5 1 ക്യൂബ് നമുക്ക് 1 തന്നെയാണ്, എക്സ് റേസ് ടു 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഈ ടേം കിട്ടുന്നത്. അപ്പോൾ എക്സ് റേസ് ടു, ഇവിടെ ക്വസ്റ്റ്യൻ the coefficient of x raised to 5 in the expansion of x plus 1 whole raised to 8 is 8C5. x raised to 5 എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് 8C5 ആണ്. അപ്പോൾ ഇത് കറക്റ്റാണ് ആൻസർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രൂ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the general term in the expansion of x minus y whole raised to n is NCR x raised to n minus r y raised to r. അതായത് നമുക്ക് ഇതിൻ്റെ ജനറൽ ടേമാണ്. ജനറൽ ടേം കാണാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഫോമുല തന്നെയാണ് അല്ലേ. ജനറൽ ടേം കാണാൻ ഈ ഫോമുലയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ടി ആർ പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ സി ആർ എ. എയുടെ സ്ഥലത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സ് കൊടുക്കുകയാണ്. എക്സ് എൻ മൈനസ് ആർ. വൈയുടെ ചക്കണ്ടോ, ബിയുടെ സ്ഥാനത്ത് ഇവിടെ വൈ കൊടുക്കുക, പക്ഷെ മൈനസ് വൈ കൊടുക്കണം. മൈനസ് വൈ ഹോൾ റേസ് ടു ആർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ വരുന്ന ആൻസർ, എൻ സി ആർ എക്സ് റേസ് ടു എൻ മൈനസ് ആർ വൈ റേസ് ടു ആർ. ഇവിടെ ഒരു ടേമും കൂടി വരും, -1 ഹോൾ റേസ് ടു ആർ. ഇത് സാധാരണ മുന്നിലാണ് നമ്മൾ ഇടാറ് അല്ലേ. അതായത് -1 ഹോൾ റേസ് ടു ആർ എൻ സി ആർ എക്സ് റേസ് ടു എൻ മൈനസ് ആർ വൈ റേസ് ടു ആർ. ഇങ്ങനെയാണെങ്കിൽ ഇത് ട്രൂ ആയേനെ. ഇപ്പം ഇത് കണ്ടോ, നെഗറ്റീവ് ഇല്ല. അപ്പം -1 റേസ് ടു ആർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൊത്തം ഒരു ടേമിനെ നെഗറ്റീവ് ആക്കാനും പോസിറ്റീവ് ആക്കാനും ഇതിന് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനാൽ ഇവിടുത്തെ ഈ ആൻസർ ഫോൾസ് ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതായത് ദ സം ഓഫ് ലാസ്റ്റ് 30 coefficients in the binomial expansion of 1 plus x whole raised to 59 is. Okay, the sum of last 30 coefficients in the binomial expansion of 1 plus x whole raised to 59. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കോയഫിഷ്യൻസ് എല്ലാ സമ്മിൻ്റെയും കൂടി കോയഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ദറ്റ് ഈസ് ഈക്വൽ ടു NC0 plus NC1x plus NC2x square plus etc plus NCn x raised to n ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 1 2 റേസ് ടു n ദറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് NC0 ഇത് 1 ആണ്, ഇത് 1 ആണ്, എക്സ് എല്ലാം 1 ആണ്. അപ്പോൾ NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCn. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടി. ഇനി ഇവിടെ പറഞ്ഞേക്കണം ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 59 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ അതിൽ ലാസ്റ്റ് 30, അപ്പോൾ ഈ 30 ഇങ്ങനെയാണ് വരുന്നത് കറക്റ്റ്. ഇത് 30, ഇത് 30. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോയഫിഷ്യൻ്റെ സമ്മ എത്രയാണോ ഇൻറ്റു 2 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ 1 1 1 1 1 2 1 പാസ്കൽസ് ട്രയാങ്കിളാണ്. 1 3 3 1 1 4 6 4 1. ഓക്കെ, ഇനി 1 5
10, 10, 5, 1. ഇതാണ് പാസ്കൽസ് ട്രയാങ്കിൾ. ഈ പാസ്കൽസ് ട്രയാങ്കിളിൽ നമ്മളൊന്ന് നോക്കി, ഇവിടെ 1, 2, 3 ഉണ്ടോ? ഇവിടെ നിന്ന് വരെ ഇതിൻ്റെ സം എത്രയാണ്, ഇതിൻ്റെ സം എത്രയാണ്? അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആണ്. അപ്പോൾ 16 × 2 32 അല്ലേ? അതാണ് ഇതിൻ്റെ സമ്മായിട്ട് വരുന്നത്. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 2⁻0, ഇത് 2⁻1, ഇത് 2 സ്ക്വയർ, ഇതിൻ്റെ സം 2 ക്യൂബ്, 2⁻4, ഇത് 2⁻5. ഓക്കെ, 2⁻4ൻ്റെ കൂടെ × 2 ചെയ്യുമ്പോൾ 2⁻5 വന്നു. ഇതിൻ്റെ കോയഫിഷ്യൻസിൻ്റെ സം അല്ലേ നമ്മൾ, അതുകൊണ്ടാണ് ഈ പാസ്കൽസ് ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. 1 + 1 കണ്ടോ, ഈ എക്സിന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 + 1 അപ്പോൾ 2⁻this വരും. അപ്പോൾ ടോട്ടൽ നമുക്ക് 59 ടേംസ് ആണെങ്കിൽ മൊത്തം എല്ലാ ടേംസിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ സമ്മം കൂടി നമ്മളോട് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ 2⁻59 ആണ്. 2⁻59 ഇതാണ് ടോട്ടൽ കോയഫിഷ്യൻറ്റിൻ്റെ സം. പക്ഷെ പകുതി വരെ വരികയാണെന്നുണ്ടെങ്കിൽ 2 എന്ത് ചെയ്യണം, × 2 ഒരെണ്ണം കുറയണം. അതായത് ആൻസർ എന്താണ്? ഇതാണ് ആൻസർ, 2⁻58. ഇതാണ് നമുക്ക് ടോട്ടൽ ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇത് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് 2⁻0 ആണ്, ഇത് 2⁻1 ആണ്. അങ്ങനെ ഇവിടെ വരെ എത്തുമ്പോൾ 2⁻5 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ 2⁻4 ആയിരുന്നു. × 2 കൂടി ചെയ്തപ്പോഴാണ് എനിക്ക് 2⁻5 വന്നത്. അപ്പം നമുക്ക് ഇവിടെ 60 ടേംസ് ഉള്ളത് ഇങ്ങനെ 60 വരെ, ഇതും 60ആണ്. അതാ ഇവിടം വരെയും 60ൽ 30ആണ്, ഇതുവരെ 30ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള കോയഫിഷ്യൻസിൻ്റെ സം എന്ന് പറയുന്നത് 2⁻58 ആണെങ്കിൽ × 2 കൂടി ചെയ്താൽ ഇവിടെ വരെയുള്ള സമ്മാവും. അപ്പോൾ 2⁻59. നമുക്കറിയാം ടോട്ടൽ കോയഫിഷ്യൻസിൻ്റെ കണ്ടോ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എടുത്തിട്ട് അതിൻ്റെ കോയഫിഷ്യൻസിൻ്റെ സം എന്ന് പറയുന്നത് 2⁻59 ആണ്. അത് നമുക്ക് ഉറപ്പുണ്ട്. ഇത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. മുഴുവൻ ടേംസിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ സം എടുത്താലും 2⁻59 ആണ്. അപ്പോൾ പകുതി ഉള്ളതിൻ്റെ സം എടുത്താൽ എത്രയാണ് വരിക? /2 ചെയ്യണം. /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 2⁻58 വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. √3 + √2 whole raised to 4 -√3 -√2 whole raised to 4. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പം ഒരു ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഫോമുല നമുക്ക് ഫുൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഓൾമോസ്റ്റ് ഒരു ബൈ ഹാർട്ട് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. 8ab × a² + b². ഇങ്ങനെ ഒരു ഫോമുല ഇവിടെ raised to 4 ആണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ വരും. അതായത് 8 × a എന്ന് പറഞ്ഞാൽ √3 × ഇത് √2 ഈ a². അപ്പോൾ അതായത് 3² 3 2. അപ്പോൾ 5 വന്നു. 8 × 5 × √6 ദാറ്റ് മീൻസ് 40√6 ആണ് നമുക്ക് ആൻസറായിട്ട് വരിക ഇവിടെ. ഇനി ഇത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ആ ഫോമുല എങ്ങനെയാണ് വന്നത് എന്ന്. അപ്പം a + b whole raised to 4 that is equal to 4c0 a raised to 4 b raised to 0 plus 4c1 a³ b raised to 1 4c2 a² b² plus 4c3 a b³ plus 4c4 a raised to 0 b raised to 4 ഇങ്ങനെ വന്നു. ഇനി ഇവിടെ നിന്ന് a + b whole raised to 4 ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് a - b ഇതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ കുറയ്ക്കുകയാണ്. a - b whole raised to 4 ഇത് നമുക്ക് ചെയ്യണം. കാരണം ഇവിടെയൊക്കെ ഓൾട്ടർനേറ്റ് മൈനസ് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതുകയാണ്. ആദ്യം ഇവനെ തന്നെ എല്ലാം എഴുതാം. 4c0 a raised to 4 b raised to 0 plus 4c1 a³ b raised to 1 plus 4c2 a² b² plus 4c3 a b³ plus 4c4 a raised to 0 b raised to 4 മൈനസ് ഇവിടെ മൈനസ് കൊടുത്തു, ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. ഇതിൻ്റെ ഉള്ളിൽ
ആദ്യത്തെ ടേം പോസിറ്റീവാണ്, 4c0 a⁴b⁴0. പിന്നത്തെ ടേം നെഗറ്റീവാണ്. അപ്പോൾ 4c1 a³ ഇവിടെ b⁴1. നെക്സ്റ്റ് ടേം പോസിറ്റീവാണ്. അപ്പോൾ 4c2 a² b². പിന്നത്തെ ടേം നെഗറ്റീവാണ്, 4c3 ab³ പ്ലസ് ഈ ടേം പോസിറ്റീവാണ്, 4c4 a⁴0 b⁴. അപ്പോൾ ഫുള്ളൊന്ന് എക്സ്പാൻഷൻ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കട്ടായി പോവുക? ഇത് പോസിറ്റീവ് ഉള്ളതെല്ലാം കട്ടായി പോകും. ഇതും കൂടി നെഗറ്റീവ് കണ്ടോ, ഇതും കൂടി കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ഇത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് വന്നു. അപ്പോൾ 2 ടൈംസ് ഞാൻ എന്ത് ചെയ്യാണ്, 4c1 a³ b⁴1 ഇതിനെടുത്തു. ഇനി നമുക്ക് ഇതും കൂടി കട്ടായി പോകും, കാരണം നെഗറ്റീവ് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോൾ ഇത് വരും. അപ്പോൾ 2 ടൈംസ് ഇത് വരും. അപ്പോൾ പ്ലസ് 4c3 ab³. ഓക്കെ, ഇനി നമുക്ക് ഏതാ കട്ടായി പോകുന്നത്? ഇതും കൂടി കട്ടായി പോകും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത 2 × 4c1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ് ബൈ 1. ഇനി ഇവിടെ നിന്ന് a³ b⁴1 പ്ലസ് 4c3 എന്ന് വെച്ചാൽ 4c1 ഈക്വലൻ്റ് ആണ്, a × b³. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 4 ആയി മാറി. അപ്പോൾ ഞാൻ ഇതിനെ 2 × ഞാൻ ഇതിൽ നിന്നും എന്തൊക്കെ ഔട്ട് സൈഡിൽ എടുക്കാം? 4ab ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് ദിസ് ഇസ് ഈക്വൽ ടു 2 × 4ab ഔട്ട് സൈഡിൽ എടുത്താൽ ഇവിടെ റിമൈനിങ് വരുന്നത് a². ഇവിടെ നിന്ന് 4 വന്നു, a വന്നു, b വന്നു, റിമൈനിങ് b². ദിസ് ഇസ് ഈക്വൽ ടു 8ab a² പ്ലസ് b². അപ്പോൾ ഇവിടെ പവർ 4 ആയിട്ടുള്ളത് ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ വരുന്നത് 8ab × a² പ്ലസ് b². നമുക്ക് ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് നമുക്ക് ഈ റിസൾട്ട് പഠിക്കുകയും നിവൃത്തിയുള്ളൂ. ഇത്രയും സ്റ്റെപ്പ് എടുത്ത് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. അത് ഫൈനൽ എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു 5 മാർക്സ് ഒക്കെ അല്ലെങ്കിൽ 4 മാർക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് ഇവിടെ മൈനസ് ആണോ ഈ റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ വരും. അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ടുള്ളതിൻ്റെയും നിങ്ങൾ ഇതേപോലെ ഒരു റിസൾട്ടാക്കി വെക്കുക. ഇതൊരു ഫോമുല പോലെ ഇതിനെ എഴുതി വെക്കുക. ഇനി ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ നേരെ തിരിച്ച് കണ്ടോ, ഇത് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ പ്ലസ് ആണെങ്കിൽ 2 ടൈംസ് ഇതാണ് വരുന്നത്. അതായത് 2 ടൈംസ് എങ്ങനെ വരും? 4c0 ഇവിടെ 4c0 a⁴4 b⁴0. ഇനി നമുക്ക് വരുന്നത് 4c2 കട്ടായി പോയതൊക്കെയാണ് ഇവിടെ വരുന്നത്. 4c2 a² b² പ്ലസ് ഇനി 4c0 തന്നെ വരും. അതായത് 4c4 a⁴0 b². ഈ കിട്ടുന്ന റിസൾട്ട് എന്താണോ അതാണ് പ്ലസ് ആണെങ്കിൽ വരിക. ഓക്കെ, അവിടെ 2 × ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? a⁴4 പ്ലസ് 3 ടേം വരുന്നുണ്ട്. 4c2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 × 3 1 × 2 അതായത് ഇവിടെ 6 വന്നു. 6 a² b² പ്ലസ് ഇത് 1 ആണ്. അപ്പോൾ ഇവിടെ b². ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എല്ലാത്തിനും ഔട്ട് സൈഡിൽ എടുക്കാനില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് ഇവിടെ പ്ലസ് ആണെങ്കിൽ. അപ്പോൾ ഇതേപോലെയുള്ള റിസൾട്ടുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എൻട്രൻസ് എക്സാമിന്. അപ്പോൾ ആ റിസൾട്ട് പഠിച്ചു വയ്ക്കുക. കണ്ടോ, ഇവിടെ b⁴4 ആണ്, b⁴4. ഓക്കെ, റിസൾട്ട് പഠിച്ചു വയ്ക്കുക, പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് എഴുതി വെക്കണം. ഇതൊന്നും കൂടി നിങ്ങൾ ചെയ്ത് നോക്കി ചെക്ക് ചെയ്തിട്ട് എഴുതി വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 40√6. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 21st ക്വസ്റ്റ്യൻ. 1 - 3x + 7x² × 1 - x² 16 ഈസ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ ഞാൻ പറയുകയാണ് ഇത് എങ്ങനെ വരാൻ ചാൻസ് എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും എന്ന്. അപ്പോൾ നമുക്ക് നോക്കി ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 - 3x + 7x² × 1 - x² 16. ഈ 16 നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കി. 1 - 3x + 7x² × ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. 16c0 ഇവിടെ 1 ആണ്. അപ്പോൾ
1 ആണെന്നുണ്ടെങ്കിൽ വേണ്ട 1⁻16 വരും, പിന്നെ x⁻². അപ്പോൾ എനിക്കൊന്നും ചെയ്യേണ്ട, അവിടെ എനിക്ക് മൈനസ് കൊടുത്താൽ മതി സെക്കൻഡ് ടേം. അപ്പോൾ 16c1x പ്ലസ് ഇനി 16c2x² പ്ലസ് എക്സെട്ര 16x⁻16 ഇതാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടുന്ന് 1 - 3x പ്ലസ് 7x² ഇൻറ്റു ഇവിടെ നോക്കി ഇത് 1 ആണ്, മൈനസ് നോക്കി ഇവിടെ 16x ആണിത്, പ്ലസ് ഇനി ഇതൊക്കെ x² ടേംസ് ആണ്. 16c2x² പ്ലസ് എക്സെട്ര 16c16x⁻16. ഓക്കെ, ഇതിനെ ഈ 1നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് എന്താ കണ്ടോ, 1 എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ -16 വരും. അതിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കോയഫിഷ്യൻ്റ്. ഇനി നമുക്ക് 3xനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3xനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ വരുന്നത് നോക്കി, ഇവിടെ 1 വരുമ്പോൾ -3 വരും. ഇനി ഇവിടേക്ക് വന്ന x² ആയി, ഇവിടേക്ക് വന്ന x² ആയി, ഇതിൻ്റെ ഉള്ളിലേക്ക് x² ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കുക വേണ്ട. ഇതിനെ 1ലേക്ക് കോൺസ്റ്റൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ -3 കിട്ടും. ഈ 1നെ എക്സിൻ്റെ അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ -16 കിട്ടും. അപ്പോൾ നമുക്ക് സം ഓഫ് ദ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ്, ഇവിടെ നമുക്ക് എന്തുണ്ട് ക്വസ്റ്റ്യൻ, സം ഓഫ് ദ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോയഫിഷ്യൻറ്റിൻ്റെ ഒക്കെ സം എടുത്ത് നോക്കിയാൽ -19 ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കൊരു വിഷമമില്ല. അപ്പോൾ എല്ലാം എക്സ്പാൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇനി നോക്കിയാൽ മനസ്സിലാവും. ഇത് തുടങ്ങി വെച്ചാൽ മതി. ഇവിടെ നിന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫില്ല് ചെയ്യണ്ട, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. 7c0 പ്ലസ് 7c1 പ്ലസ് 7c2 പ്ലസ് എക്സെട്ര പ്ലസ് 7c7 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ കൂടി സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 + x⁻7 ആണ് ഇവിടെ വരുന്നത്. അപ്പോഴാണ് 7c0 അല്ലേ, 7c0 1⁻7 x⁻0 നമുക്കറിയാലോ ഫോമുല, പ്ലസ് 7c0x അല്ലേ 1, അതായത് 7c0 പ്ലസ് 7c1x പ്ലസ് 7c2x² ഇങ്ങനെയാണ് പോകുന്നത്. ഈ എക്സിന് 1 കൊടുത്താലോ, നിങ്ങളൊന്ന് നോക്കി, ഈ എക്സിന് 1 കൊടുത്താൽ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, 1 + 1 2⁻7. അപ്പോൾ ഇവിടെ 7c0 എക്സിന് 1 ആണ്, അപ്പോൾ 7c1 x 1 ആണ്, അപ്പോൾ 7c2 x 1 ആണ്, അപ്പോൾ പ്ലസ് 7c7. ഓക്കെ, അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. 7c0 7c1 7c2 അങ്ങനെ അപ് ടു 7c7 വരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 2⁻7 ദാ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 1 + x⁻n-ൻ്റെയും 1 - x⁻n-ൻ്റെയും ഫോമുല എന്താണെന്ന് നോക്കണം. ഇത് ശരിക്കും പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഫോമുലസ് രണ്ടും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NCR-1 that is equal to 36, NCR that is equal to 84 and NCR+1 that is equal to 126. Then n equal to dash. ഓക്കെ, ഇത് n equal to എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാനാണ്. ഇത് ഇത്തിരി ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഇത്തിരി കൂടി സിമ്പിളാണ്. ദ കോയഫിഷ്യൻ്റ് ഓഫ് x⁵5 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ അപ്പോൾ നമുക്കറിയാം TR+1 that is equal to NCR a⁻n−r p⁻r. ഓക്കെ, ഹിയർ നമുക്കിവിടെ നിന്ന് എന്ത് എഴുതാം, 8c നമുക്കറിയില്ല, 8cr എയുടെ സ്ഥാനത്ത് ഇവിടെ x⁸8−r ഇവിടെ 3⁻r. ഓക്കെ, ഇതാണ് TR+1. നമുക്ക് എന്ത് ചെയ്യണം, r അറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, x⁵5 ആണ് അതിൻ്റെ വരേണ്ടിയിരുന്നത്, x⁵5. അപ്പോൾ 8 - r that is equal to 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് 8 - 5 that is equal to 3 കിട്ടി. ഓക്കെ, 8 - 5 എന്ന് പറയുന്നത് 3 കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു r. ഓക്കെ, r എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പറയിലേക്ക് കൊണ്ടുവന്നാൽ 8 - 5 that is equal to 3 എന്നുള്ളതാണ് r ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് നോക്കി. ഇവിടെ ഈ 6 എന്ന് പറഞ്ഞാൽ 3 ആണ്, അപ്പോൾ 3 + 1 that is equal to 8c3
എക്സ് റേസ് ടു, ഇവിടെ 3 ആണെങ്കിൽ എക്സ് റേസ് ടു 5, ഇവിടെ 3 റേസ് ടു നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത് 3 റേസ് ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ആൻസർ 8 ഇൻറ്റു എക്സ്. ഇനി ഇതിൻ്റെ കണ്ടോ, ഇതാണ് കോഎഫിഷ്യൻറ്റ്, ഇതാണ് എക്സ് റേസ് ടു 5. ഇനി 8 ഇൻറ്റു 7 ഇൻറ്റു 6, 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇവിടെ എന്ത് തോന്നുന്നു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, ഇതാ ഇതൊന്നും കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇതാ ഇവിടെ കട്ട് ചെയ്തു, ഇത് 4 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു 4 ഇൻറ്റു 7 ഇൻറ്റു 4 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 9. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1512 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ അവിടെ കിട്ടും 1512. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്, ബി ഓപ്ഷനാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ 23rd ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞു, ഞാനത് ഡീറ്റെയിൽഡായിട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് NCR-1. അപ്പോൾ ഇതൊക്കെ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പം മറ്റെല്ലാം ചെക്ക് ചെയ്ത് വന്നിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ അത് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് ചെയ്യാനുള്ളതും എളുപ്പമാർഗവും ഞാൻ പറഞ്ഞു തരാം. ഇവിടെ NCR-1 ബൈ NCR ദറ്റ് ഈസ് ഈക്വൽ ടു 36/84 എന്ന് കൊടുക്കുക. അതുപോലെ NCR ബൈ NCR+1 ദറ്റ് ഈസ് ഈക്വൽ ടു 84/126 എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിൽ നിന്നും ഓരോ ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഓക്കെ, പിന്നെ എന്താ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r+1 ഫാക്ടോറിയൽ r-1 ഫാക്ടോറിയൽ ഹോൾ ഡിവിഷൻ n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കൂ, 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 വന്നു, 8 വന്നു. ഇതിൽ 2 കൊണ്ട് കട്ട് ചെയ്താൽ 4, 2. ഓക്കെ, ഇനി ഇതും കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇതും കട്ട് ചെയ്ത് പോയാൽ ഈ ടേം മുകളിൽ കയറും. അപ്പോൾ n-r ഫാക്ടോറിയൽ r ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r+1 ഫാക്ടോറിയൽ ഇൻറ്റു r-1 ഫാക്ടോറിയൽ ദറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടി കട്ട് ചെയ്യാം. ഇവിടെ 9/2 കൊണ്ടാണ് 21 വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇതിൻ്റെ നെക്സ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വലുത് ചെറുത് നോക്കിയിട്ട് ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. കാരണം ഫാക്ടോറിയൽ നൊട്ടേഷൻസ് എല്ലാം ഇവിടുന്ന് പോകണം, എന്നാലേ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ടേം ഇപ്പോൾ ഇവിടെ n-r കൊടുത്തു ഫാക്ടോറിയൽ, r ഇൻറ്റു r- ഫാക്ടോറിയൽ എന്ന് എഴുതാം നമുക്കിതിനെ. അതുപോലെ ഇതിന് ഞാൻ എന്ത് ചെയ്യുക, n-r+1 ഇൻറ്റു നെക്സ്റ്റ് ടേം തൊട്ട് താഴെയുള്ള ടേം. അപ്പോൾ n-r ഫാക്ടോറിയൽ എന്ന് എഴുതി, r-1 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൽ 3 പോവും, ഇതിലും 3 പോവും അല്ലേ. അപ്പോൾ ഇതിൽ 3 ടൈംസ് ഇത് 7 ആയി. ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, ഇവനെയും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു ഇക്വേഷൻ 7r ദറ്റ് ഈസ് ഈക്വൽ ടു 3. ഇവിടെ നോക്കി 3n - 3r + 3 ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 10r - 3n ദറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 ഞാൻ അവിടെ ഫോം ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ബൈ n-r-1 ഫാക്ടോറിയൽ ഇൻറ്റു r+1 ഫാക്ടോറിയൽ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 42, ഇതിൽ 2 63. ഓക്കെ, അപ്പോൾ ഇതേപോലെ n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഈ ടേം മുകളിൽ കയറി n-r-1 ഫാക്ടോറിയൽ, ഇവിടെ r+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ വീണ്ടും 2 കൊണ്ട് പറ്റില്ല, അപ്പോൾ നമുക്ക് 3 കൊണ്ട് പറ്റും. അപ്പോൾ 1 ടൈം ഇതിൽ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4, ഇതിൽ 21. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ കൊടുക്കാം, n-r-1 ഫാക്ടോറിയൽ. ഇതിൻ്റെ നെക്സ്റ്റ് ടേം നോക്കാം, r+1 ഇൻറ്റു r ഫാക്ടോറിയൽ. ഇതിൻ്റെ നെക്സ്റ്റ് ടേം n-r ഇൻറ്റു n-r-1 ഫാക്ടോറിയൽ, ഇവിടെ r ഫാക്ടോറിയൽ. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2/3 വരും. ഓക്കെ,
അപ്പോൾ അതാ ഫാക്ടോറിയലായിട്ടുള്ള ഇത് കട്ട് ചെയ്ത് പോയി, ഫാക്ടോറിയലായിട്ടുള്ള ഇത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ചെയ്താൽ 3r + 3 ദറ്റ് ഈസ് ഈക്വൽ ടു 2n - 2r. കണ്ടോ, 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവനെ ഇവിടേക്ക് വന്നാൽ 5r - 2n ദറ്റ് ഈസ് ഈക്വൽ ടു -3 ഇക്വേഷൻ നമ്പർ 2 ആയി മാറി. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ നമുക്കിവിടെ റിസൾട്ടായി. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇവിടെ 10r - 3n ദറ്റ് ഈസ് ഈക്വൽ ടു 3 കൊടുത്തു. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, ഇവിടെ 10r ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4n, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -6. ഓക്കെ, ഇത് മൈനസ് ചെയ്താൽ സൈൻ ചേഞ്ച് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പോൾ ഇത് 0 ആയി മാറി. നമുക്ക് ഇവിടെ എന്ത് തോന്നുന്നു, n ദറ്റ് ഈസ് ഈക്വൽ ടു 9. n ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 9 കിട്ടി. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവാം. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിവിടെ ചെയ്തത്. ആൻസർ ഏതാണ്? n ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ. അപ്പോൾ n ഈക്വൽ ടു ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിമൈൻഡർ വെൻ 2 raised to 2000 is divided by 17 is 1, 2, 8, 12, 4. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഞാൻ 2 raised to 2000 എടുക്കുകയാണ്. 17 ആണ് ഇവിടെ വരേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ ഇത് ഡിവിസിബിലിറ്റി ഏതാണോ 2വിൻ്റെ നിയറസ്റ്റ് വരുന്നത്. ഇപ്പോൾ 16 എന്നതിനെ എടുത്തിട്ടാണ് 17 ഇവിടെ വന്നത്. ഇപ്പോൾ 33 ആണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടേം എടുത്തേനെ. ഇപ്പോൾ 17 ഇവിടെ വന്ന 17 വന്ന കാരണം ഇവിടെ ഞാൻ 2 raised to 4 ഇൻറ്റു ഞാൻ എന്ത് ചെയ്തു 500 എടുത്തു. ഓക്കെ, അപ്പോൾ 2 raised to 4 എടുക്കാൻ കാരണം ഇവിടെ 17 വന്നത് കാരണമാണ് 2 raised to 4 എടുത്തത്. ദാറ്റ് മീൻസ് 17ൻ്റെ നിയറസ്റ്റ് ആണ് 16. ഇനി ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത് ഇതിനെ ഞാൻ 16 എന്നെഴുതാണ്. 16 raised to 500 എന്നെഴുതി. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യാണ്. 17 - 1 ആണല്ലോ 16. അപ്പോൾ ഞാൻ 500ലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ 17 കൊണ്ടാണ് ഡിവിസിബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാൻ ഇവിടുന്ന് ചെയ്യുകയാണ് 500 C 0 17 raised to 500 ഇത് നെഗറ്റീവ് ഉണ്ടോ. 17 - 1 ആണ് 16 എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻറ്റു 1 raised to നമുക്ക് എന്ത് ചെയ്യാം 0, അത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നെക്സ്റ്റ് 15 500 C1 17 raised to നമുക്കറിയാം 499 വരും. ഇവിടെ എന്താ 1 raised to 0 വരും. ഇത് 1 raised to 0, ഇത് ഒരെണ്ണം ഇവിടെ 1 raised to 1. ഓക്കെ, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് എന്താ, -1 raised to 500 എന്നാണ് വരിക. ഓക്കെ, കാരണം 500 ഫസ്റ്റ് 500 വന്നാൽ ലാസ്റ്റ് 500 വരണം. ദാറ്റ് മീൻസ് നമുക്ക് അവിടുന്ന് എന്താ ആൻസർ വരിക, 1 ആണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. കാരണം എല്ലാം ഇത് 17 കൊണ്ട് ഡിവിസിബിളാണ്, ഇത് 17 കൊണ്ട് ഡിവിസിബിളാണ്. ഇനി ഇവിടെ നിന്ന് ഈ ലാസ്റ്റ് ടേം വരുമ്പോൾ 17 raised to 0 വരും, -1 raised to 500 വരും. ലാസ്റ്റ് ടേം വരുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫോമുല ഇങ്ങനെയല്ലേ, NC0 എന്ന് തുടങ്ങും. NC0 A raised to n B raised to 0. അപ്പോൾ ഇവിടെ A raised to എന്ന് പറഞ്ഞാൽ 500 ആണ്. അപ്പോൾ B raised to എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ A raised to 0 വരും, B raised to 500 വരും. അപ്പോൾ A raised to എന്ന് വെച്ചാൽ 17 raised to 0, B raised to 500 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -1 raised to 500. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈവൻ നമ്പർ ആയത് കാരണം ആൻസർ ഇവിടെ എന്ത് വന്നു, 1 വന്നു. -1 raised to ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം +1 ആണ്. ഓഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ദിസ്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളോട് പറഞ്ഞേക്കാണ് 1/1 ഫാക്ടോറിയൽ 1/9 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ പ്ലസ് 1/5 ഫാക്ടോറിയൽ, ഇവിടെ 5 ഫാക്ടോറിയൽ, 1/7 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 1/9 ഫാക്ടോറിയൽ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി.
ഇതിൻ്റെ ഉള്ളിൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഉണ്ട്, 9 ഉണ്ട്, 7 ഉണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം? ഓക്കെ, ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഇവിടെ 10 ഫാക്ടോറിയൽ 1/10 ഫാക്ടോറിയൽ എടുത്തിട്ട് ഉള്ളിലോട്ട് 10 ഫാക്ടോറിയലിനെ എല്ലാത്തിൻ്റെ ഉള്ളിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 10 ഫാക്ടോറിയൽ, ഇപ്പോൾ 3 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ പ്ലസ്, ഓക്കെ, അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ പ്ലസ് 10 ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ എന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1/10 ഫാക്ടോറിയൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ എളുപ്പം മനസ്സിലാവും? 10C0 ഇതാണിത്. 0 വരില്ല, 10C1. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നോക്കി, 10C1 എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ബൈ 10 minus 1 9 factorial into 1 factorial NCR, that is equal to n factorial by n minus r factorial into r factorial. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഫോമിൽ ചെയ്ത് ഇവിടെ വന്നിട്ട് 9 ഫാക്ടോറിയൽ ആണെങ്കിൽ 10C1. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഏതാണ് വരുന്നത്? 3 ആണ് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ 10C3 വന്നു. ഓക്കെ, 10C3 വന്നു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 10C7 വരാം, അല്ലേ? അതിന് ഈക്വലാണ് നോക്കി 10C3. ഇനി 10C5 വന്ന, ഓക്കെ, ഒരു ടേം ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇവിടെ 5 ഫാക്ടോറിയൽ. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതണം? ഈ ടേം ഇവിടെ വരണം, ഒരു സ്റ്റെപ്പും കൂടി. 1 2 3 4 ഇവിടെ എഴുതിയിട്ടുള്ളൂ. 1 2 3 4 5 ഉണ്ട്, അതായത് 10C5. ഇവിടെ അപ്പോൾ 10C7, ഇവിടെ 10C9. 10C9 എന്ന് പറഞ്ഞാൽ 10C1ന് ഈക്വലൻ്റ് ആണ്. 10C7 എന്ന് പറഞ്ഞാൽ 10C3ക്ക് ഈക്വലൻ്റ് ആണ്. 10C5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി 10C5, ദാറ്റ് മീൻസ് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 minus 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. അതാണ് കണ്ടോ ഈ ടേം. ഇതിങ്ങനെയായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? 1 + x, എല്ലാത്തിനും ബേസ് ഫോമുലയാണിത്. അപ്പോൾ 1 + x, ഓക്കെ, 1 + x whole raised to 10, that is equal to 10C0 1 raised to, അപ്പോൾ എടുക്കണ്ട, 10C1 10C2 പ്ലസ് എക്സെട്ര 10C10. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്? ഇവിടെ x ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ x raised to 10 ഉണ്ട്. ഇവിടെയൊക്കെ 1 ആക്കുക. ഇവിടെ എല്ലാം 1 ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 2 raised to 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 10C1 പ്ലസ് 10C0 പ്ലസ് 10C1 പ്ലസ് 10C2 പ്ലസ് 10C3 പ്ലസ് എക്സെട്ര 10C10 വന്നു. കാരണം x ഒക്കെ 1 ആണ്. പെട്ടെന്ന് x ഒക്കെ 1 ആയിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് ഈ സ്റ്റെപ്പ് എഴുതിയത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതാണ് നമ്മുടെ ബേസിക് ഫോമുല, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായി. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ നിന്ന് ഇതും ആൻസർ സെയിം ആണ്, ഇതിൻ്റെയും ആൻസർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 10C0, ഇപ്പോൾ 1 - x ആണെങ്കിൽ ഇവിടെ 0 വരും. അപ്പോൾ 10C0 പ്ലസ് 10C2 പ്ലസ് 10C4 പ്ലസ് 10C6 പ്ലസ് 10C, കണ്ടോ? അതായത് ഈവൻ നമ്പേഴ്സ് 0 2 4 6 8 10. ഈ 10C10 ദിസ് ഈസ് ഈക്വലൻ്റ് ടു 10C1 10C3 10C5 10C7 10C9. ഇതിന് ഈക്വലൻ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ കോയഫിഷ്യൻറ്റിന് ഈക്വലാണ് ഈ ഓഡ് നമ്പർ ഓഫ് കോയഫിഷ്യൻറ്റിൻ്റെ ടേംസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇത് എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും ഇത്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഹാഫ് ആണ്. അപ്പോൾ നമുക്കിവിടെ വരുന്ന ആൻസർ എന്തായിരിക്കും? ഒരെണ്ണം ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഒരെണ്ണം ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ വരുന്നത്? 2 raised to 9 ആണ് വരിക, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൻസർ വരുന്നത് 1/10 ഫാക്ടോറിയൽ ഇൻറ്റു 2 raised to 9 എന്ന ആൻസർ വരും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ നോക്കി, 2 raised to 9/10 ഫാക്ടോറിയൽ, ഇതാണ് ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കി മനസ്സിലാക്കണം. ഞാൻ മറ്റൊരു കാര്യം കൂടി വീണ്ടും പറയുകയാണ്.
അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1 + x ഹോൾ റൈസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു nc0 പ്ലസ് nc1x പ്ലസ് nc2x² പ്ലസ് എക്സെട്ര പ്ലസ് ncn x⁻n. ഈ ഫോമുല നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ 1 - x ഹോൾ റൈസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു nc0 മൈനസ് nc1x പ്ലസ് nc2x² മൈനസ് എക്സെട്ര മൈനസ് ncn x⁻n. അത് നമുക്കറിയണമെങ്കിൽ -1 ഇവിടെ പ്ലസ് ഇട്ടാൽ -1 ഹോൾ റൈസ് ടു n ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അറിയേണ്ടത് ഇവിടെ x ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷനിൽ x ഈക്വൽ ടു 1 ആണെങ്കിൽ 2n ദാറ്റ് ഈസ് ഈക്വൽ ടു nc0 പ്ലസ് nc1 പ്ലസ് nc2 പ്ലസ് എക്സെട്ര പ്ലസ് ncn. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 2n ആണ്. അപ്പോൾ ഇങ്ങനെ കോഎഫിഷ്യൻസിൻ്റെ സമ്മിൻ്റെ വാല്യൂ ആണ് 2n. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെക്കൻഡ് ഇതിൽ x ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് 0 ആണല്ലോ വരിക. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വരിക? nc0 മൈനസ് nc1 പ്ലസ് nc2 മൈനസ് nc3 എക്സെട്ര പ്ലസ് എക്സെട്രയാണ് വരിക. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കി, ഈ ഓഡ് നമ്പേഴ്സിനെ ഞാൻ nc1 പ്ലസ് nc3 പ്ലസ് ഇവിടെയൊക്കെ ഓഡ് നമ്പേഴ്സാണ്. ദിസ് ഇസ് ഈക്വൽ ടു nc0 പ്ലസ് nc2 പ്ലസ് nc4 പ്ലസ് എക്സെട്ര. ഇതൊക്കെ ഈവൻ നമ്പേഴ്സാണ് എപ്പോഴും. അപ്പോൾ സം ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഇങ്ങനെ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതാ 1 1 1 1 2 1 1 3 3 1 1 4 6 4 1. ഓക്കെ, ഇവിടെ നോക്കി, ഇത് നമുക്കറിയാം x⁻0ൻ്റെ, ദാറ്റ് മീൻസ് പവർ 0 ആയിട്ട് വരുന്നതാണ്. ഇത് പവർ 1 ആയിട്ട് വരുന്നതാണ്. ഞാൻ വെറുതെ x എന്ന് കൊടുക്കുന്നു. ഇത് പവർ 2 ആണ്, പവർ 3 ആണ്, പവർ 4 ആയിട്ടുള്ളതിൻ്റെയാണ്. 5 ടേംസ് 1 2 3 4 5 ടേംസ്. ഇങ്ങനെ 5 ടേംസ് ആണെങ്കിലും സം ഓഫ് ദ കോഎഫിഷ്യൻറ്റ് നോക്കി, ഇവിടെ വരുന്ന ഇത് ഇവിടുന്ന് 3, ഇവിടെ കണ്ടോ 5 ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്, ഇതും ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതും കോഎഫിഷ്യൻറ്റ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇതും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ 6 7 8 ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കി 8. ഓക്കെ, അപ്പോൾ കണ്ടോ സം ഓഫ് ദ ഈവൻ നമ്പേഴ്സിൻ്റെയും ഓഡ് നമ്പേഴ്സിൻ്റെയും കോഎഫിഷ്യൻറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ പാസ്കൽസ് ട്രയാങ്കിൾ ചെക്ക് ചെയ്താൽ മതി. ഇനി ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഇവിടെ 3 ആണെങ്കിൽ 4 ടേംസാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടോ നേരെ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഇനി ഇങ്ങനെ വന്നാലും ഈക്വലാണ്, ഇങ്ങനെ വന്നാലും ഈക്വലാണ്. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും വന്നാലും ഈക്വലാണ്, സം വന്നാലും ഈക്വലാണ്. കാരണം ഈ പാസ്കൽസ് ട്രയാങ്കിൾസിൻ്റെ വേരിയബിൾസ് കണ്ടോ അതിൻ്റെ കോഎഫിഷ്യൻസിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ പ്രത്യേകതയാണ് ഈ ഫോമുലകളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ TR+1 ദാറ്റ് ഈസ് ഈക്വൽ ടു NCR A⁻n−r B⁻r. ഈ ഫോമുലയും പഠിച്ചാൽ നമുക്ക് ഏത് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ 26 ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സാധാരണ ചെയ്ത ക്ലാസ്സിനേക്കാളും ഇത് ഇത്തിരി വലിയ ക്ലാസ്സായി. 1 ഹവറിനേക്കാൾ കൂടുതൽ ഈ ക്ലാസ് എടുത്തു. കാരണം അത്രയും കൂടുതൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു 1 + x ഹോൾ റൈസ് ടു n എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ, 1 - x ഹോൾ റൈസ് ടു n അതിൻ്റെ എക്സ്പാൻഷൻ, അതുപോലെ a+b ഹോൾ റൈസ് ടു n ഇതിൻ്റെ എക്സ്പാൻഷൻ, അതിൽ മിഡിൽ ടേം, ഇങ്ങനത്തെ കുറച്ച് ടേംസുകളെല്ലാം തന്നെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഈ ചാപ്റ്റർ. പിന്നെ എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ചെയ്ത ഒരു 26 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പിന്നെ എവിടെ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ബേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ ബേസിക്കലി നിങ്ങളെ അത്രയും ഉയർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷൻ ഈ ക്ലാസ്സസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നെക്സ്റ്റ് വീക്കിൽ പോവാം. താങ്ക് യു.